ഈ മനസ്സ് ശക്തമാവാതെ ഒരാൾക്ക് നേരത്തെ പറഞ്ഞ വേട്ടക്കാരനെ പോലെ ആവാൻ കഴിയില്ല. അപ്പൊ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളിൽ എത്ര പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു റിയൽ ഹണ്ടറുടെ ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോൺസ്റ്റർ. നല്ല മാനസികമായ ഡെവലപ്മെന്റ് ഒരാൾക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മാനസികമായ ഡെവലപ്മെന്റ് ഉണ്ടാവാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്താണ് ശരിക്കും? ഒന്ന്, ജെനറ്റിക്കലി നമുക്ക് മാനസികമായ ശക്തി ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഒന്ന് ജെനറ്റിക്സ് ആണ്. ജെനറ്റിക്സ് ആണ് നമ്മളെ ഒന്ന് സഹായിക്കുന്നത്. ഒരുപാട് ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഒന്ന് ജെനറ്റിക്സ് ആണ്. അപ്പോൾ ആ ജെനറ്റിക്സ് ബേസ് ചെയ്തിട്ട് ചില ആളുകൾ വളരെ ധൈര്യമുള്ള കുടുംബം, നമ്മൾ പറയാനുണ്ട്, ചിലർ അവർ ആ കുടുംബം മൊത്തത്തിൽ വളരെ ധൈര്യമുള്ള ആളുകളാണ് പറയും. ചില സ്ഥലങ്ങളിൽ, ചില ട്രഡീഷൻ, ചില കൾച്ചറിലൊക്കെ വളരെ ധൈര്യം കാണാം. ഇപ്പം ഈ തമിഴ്നാട്ടിലൊക്കെ ഈ ജല്ലിക്കെട്ട് കാണാം, മാട്ടുപൊങ്കൽ. അപ്പോൾ അതിൽ ജല്ലിക്കെട്ട് ഈ മാടുകളുമായിട്ട്, സ്പെയിനിലെ അവന് കാളപ്പോര്, ഇതൊക്കെ വളരെ തീവ്രമായ ആ, ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധത്തിലുള്ള അക്രമം, ആ, ഇഷ്ടമില്ലാത്ത നിറമൊക്കെ കാണിച്ച് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ വേദനയും മുളകും അങ്ങനെ പലതും ചെയ്തിട്ടാണ് മൃഗത്തിനെ പ്രകോപിപ്പിച്ച് മൃഗവുമായി മത്സരിക്കുന്ന ആ, ഇത്തരത്തിലുള്ള വേളകളൊക്കെ. ഇത് കാണാൻ വളരെയധികം ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ലോകത്ത് നടക്കുന്ന ഇത്തരത്തിൽ ധൈര്യശാലികളുടെ മേളകളുടെ പ്രത്യേകത. ഇവര് ധൈര്യമുണ്ട്, ധൈര്യത്തോടു കൂടി തന്നെ ആയിരിക്കും ഇവർ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇത് ഗംഭീരമായിട്ട് ജീവൻ പണയം വെച്ചിട്ടുള്ള മത്സരങ്ങളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് കാണാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. അത് അതിൻ്റെ ഓഡിയൻസ് ധാരാളമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അതിൽ മത്സരിക്കുന്ന ആളുടെ മാനസികാവസ്ഥ രണ്ട് രൂപത്തിലാണ്. പലപ്പോഴും ചരിത്രത്തിലൊക്കെ കാണാറുണ്ട്. ഇവിടെ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗങ്ങളിലൊക്കെ പൊതുവെ ആളുകൾക്ക് ധൈര്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ വളരെ ഈസി ആയിട്ട് കൺവിൻസിങ് ആയി കൈകാര്യം ചെയ്യുന്നു. സെൻസിറ്റിവിറ്റി അത്ര ആവശ്യമില്ലാതെ ഒരാൾ വളരേണ്ട സാഹചര്യത്തിൽ, അയാൾക്ക് ശക്തി പടരേണ്ട സാഹചര്യത്തിൽ അയാളെ പേടിപ്പിക്കില്ല. പക്ഷെ കൂടുതൽ കമൻ്റ് പറഞ്ഞ്, കൂടുതൽ അഭിപ്രായം പറഞ്ഞ്, കൂടുതൽ അഡ്വൈസറായി, കൂടുതൽ ആളുകളെ മാനസികമായി തകർക്കുന്നത് ഒരു പ്രവണത എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിൽ വല്ലാതെ കൂടുതലാണ്. ഇവിടെ ഒരാൾ വന്നിട്ട് ഒരു കാര്യം തുടങ്ങുകയാണെന്ന് ഒരാളോട് പറഞ്ഞാൽ, ഓ താങ്ക് ഗോഡ്, മാഷാഅല്ലാ, ഇറ്റ്സ് ഗ്രേറ്റ്, യു ജസ്റ്റ് സ്റ്റാർട്ട്, ഡു സംതിങ് ബെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുള്ളൂ. അതിനപ്പുറത്തേക്ക് അഡ്വൈസർ ആവാനോ അതിൻ്റെ വരും വരകൾ പറഞ്ഞെടുക്കാനൊന്നും നിൽക്കാറില്ല. കാരണം ഒരാൾ ചെയ്യട്ടെ എന്നുള്ളതാണ്. ലെറ്റ് വൺ പേഴ്സൺ ഡു സംതിങ് ആൻഡ് ലെറ്റ് ഹിം ഏൺ സം പവർ ആൻഡ് പ്രഷർ. അപ്പോൾ ഒരു ധൈര്യത്തിലൂടെ, ഒരു പ്രഷറിലൂടെ, ഒരു പവറൊക്കെ, ധൈര്യവും ഇതൊക്കെ ആഡ് ചെയ്യാൻ ഒരു പ്രവൃത്തി കൂടെ നടക്കുള്ളൂ. അൻറ്റിൽ ആൻഡ് അൺലെസ് യു ആർ നോട്ട് ഡൂയിങ്, യു കനോട്ട്. ഇപ്പം നീന്താൻ പഠിക്കാൻ പുസ്തകം കൊണ്ട് വായിച്ചിരുന്ന് പഠിച്ചിട്ടോ കോഴ്സ് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തിട്ടൊന്നും കാര്യമില്ലല്ലോ. എപ്പോഴാണോ വെള്ളത്തിൽ ചാടുന്നു അതുവരെ അത് പഠിക്കാൻ കഴിയില്ല. ഞാൻ ഡ്രൈവിങ്ങിന് പോവില്ല എന്ന്, ഒരിക്കലും ഞാൻ ഡ്രൈവർ ആവില്ല എന്ന് വിചാരിച്ച ആളുകൾ ഡ്രൈവർ ആയത് ആ വാഹനം എടുത്ത് ഒരിക്കലും സാധ്യതയില്ലാത്ത വണ്ടിയുടെ മുകളിൽ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഡ്രൈവ് അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ളൊരു ആക്ഷനിലേക്ക് ഇന്നാവുക, അപ്പം ജനറ്റിക്കലി ധൈര്യമുള്ള ഒരാളും രണ്ട് ആക്ഷൻ കൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളും ധൈര്യശാലിയായിരിക്കും. മൂന്നാമത്, തൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് തന്നെ ധൈര്യം നൽകും. ധൈര്യം നൽകും. തനിക്ക് തൻ്റെ ഉള്ളിലുള്ള ഡ്രീമുകളോടുള്ള അടങ്ങാത്ത അഭിനിവേശം അച്ചീവ് ചെയ്യണമെന്നുള്ള ഒരു പോരാളിയുടെ മനോവീര്യം ഒരാൾക്ക് ശക്തി നൽകും. മറ്റേത് ചില വിജയികളെ നമ്മൾ കാണാറുള്ളത്, ആരെങ്കിലുമൊക്കെ
വിജയിക്കാൻ വേണ്ടി തള്ളിയിട്ടതാണ്. അപ്പോൾ രാജാവിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ധൈര്യശാലികളെ കണ്ടെത്താൻ വേണ്ടി രാജാവ് നടത്തിയ മത്സരത്തെക്കുറിച്ച് നമ്മൾ കഥയിൽ കേൾക്കാറുണ്ട്. ആ കഥയിലെ സകല ജീവികളുമുള്ള കുളത്തിലേക്ക് എടുത്തു ചാടി അപ്പുറം നീന്തി ഇപ്പുറം നീന്തി കയറുന്ന ആൾക്ക് രാജ്യത്തിൻ്റെ പകുതിയും ചെങ്കോലും മകളെ കല്യാണം കഴിപ്പിച്ചു തരാമെന്നുള്ള രാജാവിൻ്റെ പ്രഖ്യാപനത്തിന് വന്ന ആളുകളിൽ ധൈര്യശാലികൾ മാത്രം മൂടിക്കൂടിയതാണ്. കാഴ്ചക്കാർക്കിടയിൽ നിന്നും ഒരാൾ ചാടിയതും നീന്തിയതും ഇക്കരെ കയറിയതുമൊക്കെ കഥയായി നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊരു കഥയാണ്, ഒരു സാങ്കല്പിക കഥ. അദ്ദേഹത്തെ ആരോ തള്ളിയിട്ടതാണ്. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ വിജയിച്ചു വരുന്ന ആളുകളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ധൈര്യത്തോടു കൂടി അല്ലാതെ വിജയിക്കുന്നതും ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതും രണ്ടാണ്. യാദൃച്ഛികമായി ചക്ക വീണ് മുയൽ ചാവുന്നത് പോലെയല്ല. അത് ഒരുപാട് എഫേർട്ട് എടുത്ത് ഒത്തിരി ബുദ്ധിമുട്ടി ഒത്തിരി പ്രയാസപ്പെട്ട് കമ്പനി കത്തി, സ്റ്റാഫുകൾ പോയി, ശമ്പളം കൊടുക്കാൻ കാശില്ലാതായി, പ്രയാസപ്പെട്ടു, അങ്ങനെ പലതും നടന്നിട്ട് പല രൂപത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിൽ റിക്കവർ ചെയ്ത് തിരിച്ചു വന്നിട്ടുള്ള അപാര പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ്. ഇതെല്ലാം നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഗെയിൻ ചെയ്തിട്ടുള്ള മാനസിക ശക്തിയാണ്. പറഞ്ഞു വരുന്നത്, സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ മാനസികമായി ഒരുങ്ങുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നല്ല ഫോക്കസ് ഉള്ള ആൾക്ക് നല്ല സ്വപ്നങ്ങൾ വേണം. നല്ല സ്വപ്നമുള്ള ഒരാൾക്ക് നല്ല ധൈര്യം ഉണ്ടാവണം, ആത്മധൈര്യം, നല്ല മാനസിക ശക്തി ഉണ്ടാവണം. ആ മാനസിക ശക്തി ഒരു വേട്ടക്കാരനെ പോലെ മാനസികമായി ശക്തനായി മാറാൻ ഈ രൂപത്തിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തേ പറ്റും. ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി 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 സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇൻ ആൻ ആവറേജ് നമ്മുടെ നാട്ടിൽ മലയാളികൾക്ക് ഈ മാനസിക ശക്തി വളരെ കുറവല്ലേ എന്നാണ് പലപ്പോഴും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ തോന്നിയിട്ടുണ്ടാവും. ഒരു വീട്ടിലുള്ള ഒരാൾക്ക് മനസ്സിന് ശക്തി കൊടുക്കാൻ പോലും കൂടുതൽ ആൾക്കാർ തയ്യാറാവില്ല. അപ്പം അതിനുവേണ്ടി മാനസികമായി ശക്തി പകർന്നു കൊടുക്കുന്ന രൂപത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം. നമ്മളുടെ വളർച്ചയുടെ ചുറ്റുപാട് അങ്ങനെ തന്നെ നമ്മൾ ക്രമീകരിക്കുകയും വേണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പം മനസ്സിൻ്റെ ശക്തി നമുക്ക് ആർജിക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരുടെ ശക്തി ചോർത്തി കളയുകയും കൂടി ചെയ്യരുത്. അതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴേ മോട്ടിവേഷൻ മോൺസ്റ്ററിലെ ഒരു പ്രതിനിധിയാവുള്ളൂ. നമ്മളുടെ ശക്തി, മാനസിക ശക്തി നമ്മൾ ആർജിക്കുന്നതോടൊപ്പം നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് മാനസിക ശക്തി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതോടൊപ്പം മറ്റുള്ള ആളുകളുടെ നിലവിലുള്ള മാനസിക ശക്തി ചോർത്തി കളയുക കൂടി ചെയ്യരുത്. അപ്പോൾ മറ്റുള്ളവരുടെ മാനസിക ശക്തി ചോർത്താതിരിക്കാൻ യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയാം. യു കനോട്ട് ഡു എന്ന് പറഞ്ഞാൽ മാനസിക ശക്തി ചോർന്നു പോകും. യു ക്യാൻ ഡു ഇറ്റ്, യെസ്, നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നവർ മനസ്സിന് ശക്തി കൂട്ടാൻ സാധിക്കും. കാരണം എന്താണ്, കമാൻഡുകൾ സൈക്കോളജിക്കലി നമ്മളിങ്ങനെ കൊടുക്കുന്ന കമാൻഡുകൾ, പോസിറ്റീവായിട്ടുള്ള അഫേർമേറ്റീവായിട്ടുള്ള സീരിയസ് കമാൻഡുകളെല്ലാം ഒരാളെ വളർത്താൻ സഹായിക്കും, അയാൾക്ക് ശക്തി പകരും. യെസ്, യു ക്യാൻ ഡു ഇറ്റ് എന്നുള്ളതിന് അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ നാവ് വായ തുറക്കേണ്ടത്. അതല്ലാതെ അതൊക്കെ ആലോചിച്ച് ചെയ്താൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ ഉപദേശമായി ആവേണ്ടതില്ല. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ നടത്താൻ മനസ്സിന് ശക്തിയുള്ള ആളുകൾക്കും സ്വപ്നം പിടിച്ചാൽ കിട്ടാത്തത്ര സ്വപ്നമുള്ള ആൾക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉള്ള സ്വപ്നം തകർക്കാനും മനസ്സിൻ്റെ ശക്തി കുറക്കാനും ഒക്കെ ഉള്ള ആളാണെങ്കിൽ അധ്യാപകർ എന്നെ കുട്ടികളോട് പറയും, നിനക്കൊന്നും കളക്ടർ ആവാൻ കഴിയില്ല, നിനക്ക് വേറെ വല്ല പണിക്ക് പോയിട്ട് ഇങ്ങനെയൊക്കെ പഠിച്ചാലെന്നൊക്കെ പറയും. കുട്ടികൾക്ക് പഠിത്തം മോശമായി, മാർക്ക് മോശം, അതൊന്നും പറയാൻ പോകാൻ പാടില്ല. അത്തരത്തിലുള്ള വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ല. any reason or any circumstances, any scenario or any situation, never utter or never deliver any type of നെഗറ്റീവ്ലി ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഡും ഒരു സെൻറ്റൻസും ഒരു ഫ്രേസും ഒരാളെക്കുറിച്ച് സ്ട്രെയിറ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡെലിവർ ചെയ്യുകയോ സൂചിപ്പിക്കുകയോ ചെയ്യുന്നത് ശരിക്കും ക്രൈമാണ്, പാപമാണ്. ക്രൈം എന്ന് പറഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് ജയിലിൽ കിടക്കുകയോ ജീവപര്യന്തം കിട്ടുകയോ കൊലപാതക കുറ്റത്തിന് സമാനമായി കൊല്ലുകയോ ചെയ്യേണ്ട അത്ര ക്രൂരമായ ശിക്ഷകളാണ് ക്രൈം. അപ്പോൾ ഒരാളെ ഇല്ലാതാക്കാൻ സാധിക്കും. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മാനസിക അവസ്ഥ ചോർത്തിക്കളയാതിരിക്കാൻ, ഊർജം ഇല്ലാതാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ ഉറപ്പുവരുത്തണം, ചുറ്റുപാടുള്ളവർക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം, ഇനി ഉണ്ടാവേണ്ട ആളുകൾക്ക് ഇല്ലാതാക്കാൻ ശ്രമിക്കാതിരിക്കുകയും വേണം. അപ്പോഴേ അത് പൂർണ്ണമാവുള്ളൂ. അതുകൊണ്ടാണ് വ്യംഗ്യമായിട്ടോ വ്യക്തമായിട്ടോ ബാഹ്യമായോ പരോക്ഷമായോ രഹസ്യമായോ പരസ്യമായോ ഒന്നും ആളുകളുടെ ശക്തിയെ ചോർത്തിക്കളയരുത്.
Wishing you all the very best and have a great day. God bless. Thank you so much and love you all. Thank you, sir. Thank you so much. Thank you. Thank you, sir. Okay, sir. Thank you. Thank you. Thank you, madam. Thank you, sir.